ഈ മനുഷ്യന് 900 മില്യൺ കടമുണ്ടായിരുന്നു. ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താലും അത് തിരിച്ചടയ്ക്കാൻ 100 വർഷമെടുക്കും. ക്ഷീണിതനായ അയാൾ മരണമാണ് ശരിയായ കാര്യമെന്ന് കരുതി. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഒരു വിചിത്രമായ സന്ദേശം വന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മിനിറ്റിലും നിങ്ങൾക്ക് 1 മില്യൺ ലഭിക്കും. അതായത് ആരെങ്കിലും തന്റെ സമയം വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ആദ്യം അതൊരു തമാശയാണെന്ന് അയാൾ കരുതി. പക്ഷേ പിന്നീട് ഒരു കാർ അയാളുടെ മുന്നിൽ നിർത്തി അവനെ എടുത്തു. അയാൾ ഒരു തിയേറ്ററിലെത്തി. അവിടെ ഒരു കവറും ചില നമ്പർ കാർഡുകളും വേദിയിൽ വെച്ചിരുന്നു. അതൊരു കഴിവോ അറിവോ അനുഭവമോ ആവശ്യമില്ലാത്തൊരു ഗെയിമാണെന്ന് അവർ വിശദീകരിച്ചു. ഓരോ മിനിറ്റിനും പണം മാത്രം. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. 8 കളിക്കാരിൽ ഒരാൾ മാത്രമേ അതിജീവിക്കൂ. ബാക്കിയുള്ളവരെ പുറത്താക്കും. എനിക്കെന്താണ് നഷ്ടപ്പെടാനുള്ളത്? ആ മനുഷ്യൻ ചിന്തിച്ചു. അവൻ സമ്മതിച്ചു. അദ്ദേഹത്തെ 8 നില കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി. ഓരോ കാർഡും ഒരു നിലയെ പ്രതിനിധീകരിക്കുന്നു. അദ്ദേഹത്തിന് 3-ാം നമ്പർ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ മുറി 3-ാം നിലയിലായിരുന്നു. അവിടെ അദ്ദേഹത്തിന് നിയമങ്ങൾ വിശദീകരിച്ചു. കളി കൃത്യം അർദ്ധരാത്രി 12 മണിക്ക് ആരംഭിച്ചു. കളിച്ച ഓരോ മിനിറ്റിനും അയാൾക്ക് 30,000 രൂപ ലഭിച്ചു. എന്നാൽ യഥാർത്ഥ ട്വിസ്റ്റ് വന്നു. മുറിയിലെ സാധനങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ 100 മടങ്ങ് വില കൂടുതലായിരുന്നു. മുറി പൂർണ്ണമായും ശൂന്യമായിരുന്നു. ഉറങ്ങാൻ പഴയ പത്രങ്ങളും കാർഡ്ബോർഡും അയാളെ വാങ്ങി. ടോയ്ലറ്റ് സംവിധാനമില്ലായിരുന്നു. അതിനാൽ ഒരു കുപ്പി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. രാവിലെ എല്ലാ കളിക്കാരും മുറ്റത്ത് ഒത്തുകൂടിയപ്പോൾ എല്ലാവരും വിശന്നു വലഞ്ഞു. ഒരു കളിക്കാരൻ സിഗരറ്റും ലൈറ്ററും ഓർഡർ ചെയ്തു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവന്റെ അക്കൗണ്ടിലെ ബാലൻസ് അതേപടി തുടർന്നു. പക്ഷേ അവന്റെ മിനിറ്റ് 2 മിനിറ്റ് കുറച്ചു. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇവിടെ കാര്യങ്ങൾ വാങ്ങുന്നത് പണം കൊണ്ടല്ല, സമയം കൊണ്ടാണെന്ന്. ക്രമേണ എല്ലാവരും ബക്കറ്റ്, ടോയ്ലറ്റ് പേപ്പർ തുടങ്ങിയ അടിസ്ഥാന വസ്തുക്കൾ വാങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ ഒരു ദിവസം സംഘാടക സൗജന്യ ഭക്ഷണം വാഗ്ദാനം ചെയ്തതിനാൽ എല്ലാവരുടെയും ശ്രമ നശിച്ചു. പക്ഷേ ആർക്കും ഒന്നും ലഭിച്ചില്ല. 8-ാം നമ്പർ കളിക്കാരി മാത്രം ചിരിച്ചു. അവൾ പറഞ്ഞു, എനിക്ക് 12 ദിവസത്തേക്ക് ഭക്ഷണവും വെള്ളവും ഉണ്ട്. പക്ഷേ ഞാൻ അത് ആരുമായും പങ്കിടല്ല. എല്ലാവരും അവളുടെ മുറിയിലേക്ക് പോയപ്പോൾ അവർ സ്തബ്ധരായി. അവളുടെ മുറി ഒരു ആഡംബര മുടുക്കൽ പോലെയായിരുന്നു. ബാത്ത് ടബ്, മേശ, അലങ്കാരം, സുഖപ്രദമായ കിടക്ക എല്ലാം. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഓരോ നിലയിലെയും വരുമാനം വ്യത്യസ്തമാണെന്ന്. 1-ാം നിലയിലുള്ളയാൾക്ക് മിനിറ്റിന് 10,000, 2-ാമത്തെ നിലയിലുള്ളയാൾക്ക് 20,000, 3-ാമത്തെ ആൾക്ക് 30,000, 8-ാം നിലയിലുള്ള പെൺകുട്ടിക്ക് മിനിറ്റിന് 3,04,000 രൂപ. അതുകൊണ്ടാണ് അവൾക്കെല്ലാം സുഖമായി കൊണ്ടുപോകാൻ കഴിഞ്ഞത്. എല്ലാവർക്കും കൂടുതൽ സമ്പാദിക്കാൻ കഴിയുന്ന തരത്തിൽ ഇപ്പോൾ സമയം വർദ്ധിപ്പിക്കണമെന്ന് മറ്റു കളിക്കാർ തീരുമാനിച്ചു. ഇതിനായി എല്ലാവരും പടികളിൽ ഓടാൻ തുടങ്ങി.